എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ തന്നെയാണ്. കാറിൻ്റെ നമ്മൾ എന്തൊക്കെ വർക്ക് കഴിഞ്ഞു. കാറിൻ്റെ പൊതുവെ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് തുടരെ വരും. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വർക്കുകൾ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞതെന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്ന മുന്നേറ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും കുറച്ച് പേരെ കാണുന്നുള്ളൂ, എങ്കിലും ആ കാണുന്നവരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കും, മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് PU പ്രൈമറാണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ ഒരു PU പ്രൈമറാണ് ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് PU പ്രൈമർ അടിച്ചു. ഓക്കെ, ഞാൻ അടിക്കുന്നൊന്നും എടുത്തില്ല. ഇതാണ് കംപ്രസർ. ഈ കംപ്രസർ റെൻറ്റിന് എടുത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകണം. ഓക്കെ, ഒരു ലൈറ്റ് യെല്ലോ, വൈറ്റിൽ യെല്ലോ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ വണ്ടിയിൽ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പെയിൻ്റ് അടിക്കാം. നമ്മുടെ കാറിലെ പേപ്പറെല്ലാം ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇവിടെ ഇന്നർ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കവർ ചെയ്തു. ഓക്കെ, മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മാസ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്തും ഡോറിലൊക്കെ മാസ്ക് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് പൂർത്തിയായിരിക്കുന്നു. ഞാൻ പെയിൻ്റ് അടിക്കുന്നത് എടുക്കാത്തത് അതെ, ഭയങ്കരമായി ഇങ്ങനെ പെയിൻ്റൊക്കെ ഇങ്ങനെ പറന്നിട്ടേ മൊബൈലിൽ മൊത്തം ആ സീനാവുമല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കുന്നത് എടുക്കാത്തത്. നമ്മൾ ഫുള്ള് 2 കോട്ട് പെയിൻ്റ് അടിച്ചു കൊണ്ട് ഇതാണ് കംപ്രസർ. അത് ഞാൻ റെൻറ്റിനെടുത്താണ്. മുഴുവനായിട്ട് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ മൊത്തത്തിൽ പെയിൻ്റായി. ഇപ്പം എല്ലാം കഴിഞ്ഞു. അകത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. കാറിൻ്റെ ഫ്ലോർ പെയിൻ്റ് അടിക്കാനായിട്ടേ നമ്മൾ സീറ്റുകളും അതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയൽ സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്, അഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യണം. അതായത് ഇവിടേക്കായിരുന്നു ആ ഹോൾ ഉണ്ടായിരുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും ആ ഹോളുകളൊക്കെ ഉണ്ടായിരുന്നത്. അതിലേക്കൊന്ന് ബോഡി ഫില്ലർ ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പ്രൈമർ അടിച്ചിട്ട് പെയിൻ്റ് അടിക്കണം. അത് നമ്മൾ സാധാ പെയിൻറ്റ് തന്നെയാണ് അടിക്കാൻ പോകുന്നത് കേട്ടോ. വേറെ പെയിൻ്റൊന്നുമല്ല. ഇപ്പോൾ കാറിൻ്റെ പോളിഷിങ് വർക്കൊക്കെ കഴിഞ്ഞു. അത് പുറത്ത് കൊടുത്ത് ചെയ്തതാണ്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഗ്ലാസ്സിലൊക്കെ കുറച്ച് സ്ക്രാച്ചുകളും കുഞ്ഞു സ്ക്രാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഗ്ലാസ്സിലിപ്പോൾ സ്ക്രാച്ചുകളൊന്നുമില്ല. ഓക്കെ, പിന്നെ വീല് ഡ്രമ്മിൽ നമ്മളൊരു ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചപ്പോൾ ഒരു വെറൈറ്റി ലുക്കായി. അപ്പോൾ ഞങ്ങളിങ്ങനെ സാധാ കളർ തന്നെ മതി എന്ന് വിചാരിച്ചു, സിൽവർ കളർ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ
ബ്ലാക്ക് തന്നെ സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ബ്ലാക്ക് അടിച്ചു. ഓക്കെ, ഇപ്പോൾ പോളിഷിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണിത്. കണ്ടോ, ആ ബ്ലാക്ക് കളർ വീലിൻ്റെ ആ ബ്ലാക്ക് കളർ നല്ലൊരു ഭംഗിയില്ല, അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലെ ഗ്രില്ലും ഹെഡ് ലൈറ്റും ഇൻഡിക്കേറ്റർ പിന്നെ ബമ്പർ ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വെച്ചിരിക്കുകയാണ്. അതൊന്നും ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് ലുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വർക്കൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഹെഡ് ലൈറ്റൊക്കെ ഒന്ന് മാറ്റണം. ഇപ്പോൾ തൽക്കാലം നമ്മളങ്ങനെ ചെയ്തതാണെന്ന് മാത്രം. ഓക്കെ, പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്ലോറിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ്. ഓക്കെ, ഇൻറ്റീരിയലൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് കുറച്ചായിട്ട് മാറ്റാം. ഇനിയും കുറച്ച് പണികളുണ്ടല്ലോ, അതൊക്കെ എല്ലാം കൂടി ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്താലോ, വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാം. ഓക്കെ, കൊറോണയൊക്കെ അല്ലേ, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ റോഡിലൂടെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കും. ഞങ്ങൾ അന്നൊക്കെ ഓടിച്ചിരുന്നു ഈ ലോക്ക്ഡൗൺ ആവുന്നതിന് മുന്നേ. പക്ഷെ ഇപ്പോൾ ഓടിക്കാനുള്ള വഴിയില്ല. അത് കാരണം വീട്ടിൽ പറമ്പിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വേറെ വഴി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ, പിന്നെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഒരു കുറച്ച് വർക്കുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഫുള്ള് വർക്ക് ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ക്ലോത്തൊക്കെ മാറ്റണം. ഓക്കെ, ഈ ക്ലോത്തൊക്കെ ഒന്ന് പഴയതാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ വണ്ടി എടുത്തപ്പോൾ ചെയ്തായിരിക്കും വിചാരിക്കുന്നു ഇതും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഈ കൂളിംഗ് സ്റ്റിക്കറുകളൊക്കെ ഒന്ന് മാറ്റണം. ഈ കൂളിംഗ് സ്റ്റിക്കറൊന്നും ഇപ്പോൾ ഇതല്ലല്ലോ, നമുക്ക് നിയമവിരുദ്ധമല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.